എടാ അങ്ങനെ നമ്മുടെ പ്രവചനം പോലെ തന്നെ ധ്യാൻ ശ്രീനിവാസ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമ വഴി ഒരു ഹിറ്റ് അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരാൻ പറ്റിയായിരുന്നു. എടാ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ കില്ലർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമ. എന്നിരുന്നാലും എൻ്റെ കുഞ്ഞിരാമായണം, മിന്നൽ മുരളിയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു 2000 കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്ത് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. ധ്യാൻ ശ്രീനിവാസും അതുപോലെ മറ്റേ കുഡു സാമീൻ, കോട്ടയം നസീർ ഇവരുടെയൊക്കെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പിന്നെ കില്ലറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഭീതി നമ്മുടെ ഉള്ളിൽ വരും. ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ രസമായിരുന്നു. കുറച്ച് കോമഡീസും കുറച്ചും കൂടെ എൻഗേജ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള BGM, ക്യാമറ വർക്കൊക്കെ അടിപൊളിയായിട്ടാണ് സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ രാക്ഷസന് 5-ാം പാതിരയ്ക്കൊക്കെ മുന്നേയാണ് ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് വേറെ ലെവൽ സിനിമ എന്ന് പറയും. മറ്റൊരു ബെഞ്ച് മാർക്ക് ഇട്ടിട്ട് പോയിരിക്കുകയാണ്. പിന്നെ റോഷാക്കൊക്കെ കണ്ട ആൾക്കാർക്ക് ചിലപ്പം ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാർ കാണും. അവർക്ക് ഒരുപക്ഷെ ഈ പടം കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എല്ലാ പ്രായക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞാൽ. പിന്നെ സിനിമ തീർന്ന ഉടനെ നിങ്ങൾ അങ്ങ് ഇറങ്ങി പൊക്കളയല്ലേ. അവസാനം മറ്റേ മാർവൽ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ അവസാനം ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്, അതായത് വരാൻ പോകുന്ന ഒരു സംഭവത്തിനെ കുറിച്ച്. അത് കിടില സാധനമായിരിക്കും. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു വർക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു നോക്കണേ. നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞാൻ ഈ സിനിമ കണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.